ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഓഗസ്റ്റ് 29. സമയത്തിൻ്റെ വിത്തുകൾ. നല്ല മണ്ണിൽ വിതയ്ക്കപ്പെട്ടതോ വചനം കേൾക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവർ തന്നെ. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 20-ാം വാക്യം. 1879 വില്യം ബീലിനെ കാണുന്ന ആളുകൾക്ക് അദ്ദേഹം വിഡ്ഢിയാണെന്ന് തോന്നുമായിരുന്നു. സസ്യശാസ്ത്ര പ്രൊഫസർ 20 കുപ്പികളിൽ പലതരം വിത്തുകൾ നിറയ്ക്കുന്നതും ആഴത്തിലുള്ള മണ്ണിൽ കുഴിച്ചിടുന്നതും അവർ കാണുന്നു. ബിൽ നൂറ്റാണ്ടുകൾ നിലനിൽക്കുന്ന ഒരു വിത്ത് സാധ്യത പരീക്ഷണം നടത്തുകയാണെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. 20 വർഷത്തിലൊരിക്കൽ ഒരു കുപ്പി കുഴിച്ചെടുത്ത് അതിൻ്റെ വിത്ത് നടുകയും ഏതു വിത്തുകളാണ് മുളയ്ക്കുന്നതെന്ന് നോക്കുകയും ചെയ്യും. വിത്ത് നടുന്നതിനെക്കുറിച്ച് യേശു ധാരാളം സംസാരിച്ചു. പലപ്പോഴും വിത്ത് വിതയ്ക്കുന്നതിനെ വചനം പ്രചരിപ്പിക്കുന്നതിനോട് ഉപമിച്ചു. ചില വിത്തുകളെ സാത്താൻ തട്ടിയെടുക്കുന്നു. മറ്റുള്ളവയ്ക്ക് അടിമണ്ണില്ലാത്തതിനാൽ വേര് പിടിക്കുന്നില്ല. മറ്റു ചിലതിനെ ചുറ്റുമുള്ള ജീവിതം തടസ്സപ്പെടുത്തുകയും ശ്വാസം മുട്ടിക്കുകയും ചെയ്യുന്നുവെന്ന് യേശു പഠിപ്പിച്ചു. നാം സുവാർത്ത പ്രചരിപ്പിക്കുമ്പോൾ ഏതൊക്കെ വിത്തുകൾ നിലനിൽക്കുമെന്നത് നമ്മുടെ വിഷയമല്ല. നമ്മുടെ ജോലി കേവലം സുവിശേഷം വിതയ്ക്കുക എന്നതാണ്. യേശുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുക, ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുക എന്നാണ്. 2021 ബില്ലിയുടെ മറ്റൊരു കുപ്പി കുഴിച്ചെടുത്തു. ഗവേഷകർ വിത്ത് നട്ടു. ചിലത് മുളച്ചു. 142 വർഷത്തിലേറെ ആ വിത്തുകൾ നിലനിന്നു. ദൈവം നമ്മിലൂടെ പ്രവർത്തിക്കുകയും നമ്മുടെ വിശ്വാസം നാം മറ്റുള്ളവരുമായി പങ്കുവെക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ പങ്കിടുന്ന വാക്ക് വേരൂന്നുമോ എന്നോ അതെപ്പോഴാണെന്നോ നമുക്ക് അറിയില്ല. എന്നാൽ നാം വിതയ്ക്കുന്ന സുവാർത്ത കേൾക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരുവനിലൂടെ വലിയ വിളവ് തരുന്നു എന്നത് നമ്മെ ധൈര്യപ്പെടുത്തേണ്ടതാണ്. ചിന്തിക്കുക. നിങ്ങൾ ആരോടെങ്കിലും സുവാർത്ത പങ്കുവച്ചതിൻ്റെ ഒരു ഉദാഹരണം ചിന്തിക്കുക. ആ വ്യക്തി എങ്ങനെയാണ് പ്രതികരിച്ചത്? ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ ഇന്ന് എങ്ങനെ പ്രാർത്ഥിക്കുന്നു? ദൈവത്തിന് മഹത്വം.